ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ഞാൻ പാർവതി. ഇന്ന് എൻ്റെ കൂടെ 2 പേരാണ് ജോയിൻ ചെയ്യുന്നത്. അത് നമ്മുടെ സ്വന്തം ധ്യാൻ ചേട്ടനും ഡെയിൻ ചേട്ടനും. ഡി ഡി അല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം. ധ്യാൻ ചേട്ടാ എനർജി ആയിട്ടിരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വീക്കമാണ് ഇപ്പത്തെ വിശേഷം അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ചൂസ് ചെയ്യാനുള്ള കാര്യം? ഞാൻ വേറൊരു ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തൊന്ന് നീ ഒന്നുകൂടെ പറയണോ? ഇവനാണ് കാരണം. എന്തെങ്കിലും ഒന്ന് മാറ്റി പറയണം. അതെന്താ കാര്യം? ഇവൻ ഈ കഥ മൊത്തം വായിച്ചിട്ടുണ്ട്. ഇവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, കഥ വായിച്ചില്ലേ? ഞാൻ വായിച്ചത്. ഇവനോട് പറഞ്ഞു വായിച്ചേക്കടാ, ഒന്ന് വായിച്ച് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ വിളിച്ച് ഞാൻ പറഞ്ഞു നീ വന്ന് വായിച്ചത് നിനക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ മൊത്തം ഇരുന്ന് വായിച്ചു. ഇവൻ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ പിന്നെ നായകനാരാന്ന് ചേട്ടൻ ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം നീയോ? ഞാൻ സൈഡിൽ ഏതെങ്കിലും റോൾ ചെയ്തോളാം. ഓക്കെ ശരി. അപ്പോൾ ആരാ മറ്റേ പോലീസിൻ്റെ റോളാർക്കും അത് നമുക്ക് അഭാവന ഷീല ചേച്ചിക്ക് കൊടുക്കാമെന്ന് അവൻ പറഞ്ഞു. ശരി എന്നാൽ അവനെ ഷീല ചേച്ചി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ്റെ തീരുമാനത്തിൽ എല്ലാം അങ്ങോട്ട് അങ്ങനെ പടം അങ്ങനെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പടം പൊട്ടി കഴിഞ്ഞാൽ ആരുടെ തലയല്ലോ? പടം പൊട്ടൂന്ന് അയ്യോ അങ്ങനെയല്ല, ഇത്രയും എല്ലാം ഡി ഡി ചേട്ടനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇൻ കേസ് പടം പൊട്ടി കഴിഞ്ഞാ ചേട്ടൻ സൂക്ഷിച്ചോ? ഇത് ധ്യാൻ ചേട്ടന്റെ കൂടെ പടം ചെയ്യുമ്പോ നമ്മൾ ഇതല്ല ഇതിലും വലിയ കാര്യങ്ങള് നേരിടേണ്ടിയിരിക്കുന്നു അല്ലെ? യുദ്ധമാണ്. എന്തൊക്കെയാ ഈ കൊറേ കാര്യങ്ങൾ ഇരുന്ന് സെറ്റിൽ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞല്ലോ, എന്തെങ്കിലും ചെവി നിന്നോണ്ടിരുന്നേ? ഞാനോ? അല്ല ധ്യാൻ ചേട്ടനോ? ധ്യാൻ ചേട്ടൻ മാത്രമല്ല ഞാനും തിരിച്ചു ഓരോ കഥകൾ പറയും. അപ്പൊ ആള് പകുതിക്ക് ഞാൻ എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോ ആള് വേറെ കഥ കയറി പിടിക്കും, ഞാൻ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ കഥയൊക്കെ സ്റ്റോക്ക് അല്ലേ? നമ്മള് പണ്ട് അതെന്താ അങ്ങനെ ഒരു എക്സ്പ്രഷൻ? ഇല്ല എന്റെ കഥയുണ്ട് സ്റ്റോക്കാ. കൊറേ സത്യം പറഞ്ഞു എന്റെ കഥയൊക്കെ തീർന്നു, എന്റെ സ്റ്റോക്ക് തീർന്നു. അത് ശരിയാട്ടോ. ഇന്റർവ്യൂകളെല്ലാം അതുകൊണ്ടാണ് ഇന്റർവ്യൂന്ന് ഒരു ഗ്യാപ്പ് എടുക്കാന്നൊക്കെ തീരുമാനിച്ചത്. എനിക്ക് മടുത്തു കഥ പറഞ്ഞ് 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 പറഞ്ഞ്. പക്ഷെ ഇപ്പോഴും ആളുകൾക്ക് ആരും സിനിമ കാണാൻ വരുന്നില്ല, ഓരോരുത്തരും വരുന്നില്ല, അങ്ങനെയൊന്നുമില്ല, ആരും വരുന്നില്ല. അപ്പൊ അവര് പറയും എന്നാ പിന്നെ നീ ആദ്യം നല്ലൊരു സിനിമ ഇടാ എന്ന് പറയും. നല്ല സിനിമ വരണ്ടേ, നല്ല ചെയ്യാൻ പറ്റും. എന്തോരം സിനിമകളെ ഇറങ്ങാനുള്ളത് നല്ലതൊക്കെയാ പറയുന്നില്ല. അല്ല നല്ലോണ്ട് നല്ലോണ്ട്. അതും ഇനി ഇതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ട് എടുത്ത സിനിമകളാണോ? ഏത് ഇതുപോലെയോ? ഞാൻ ധ്യാൻ ചേട്ടൻ ഉണ്ട് എന്നുള്ള ഒരു ഒറ്റ ഉറപ്പിലാണ് ഞാൻ ഈ പടത്തിലാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് ധ്യാൻ ചേട്ടൻ എന്നിൽ വിശ്വസിച്ച് ഞാൻ ധ്യാൻ ചേട്ടനിൽ വിശ്വസിച്ചു. പ്രേക്ഷകർ ഞങ്ങളിൽ വിശ്വസിക്കട്ടെ. ഇപ്പൊ നിന്നിൽ വിശ്വസിച്ച് ഇവിടെ ഇരിക്കുന്നു. അതെ, എല്ലാവരും വിശ്വാസത്തിന് പുറത്താണല്ലോ നമ്മളിങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാ? ഡോക്ടർ ആയിട്ടല്ലേ ചേട്ടൻ വരുന്നത്? എന്തൊരു സംശയമുള്ള പോലെ അല്ല ഞാൻ ചോദിച്ചത്. ധ്യാൻ ചേട്ടൻ ഡോക്ടർ ആയിട്ടൊക്കെ തന്നെയാ അല്ലേ? അത് നമ്മള് കാണുമ്പോ അങ്ങനെ യോഗ്യത ഇല്ലാന്നാണോ ലുക്ക് ഇല്ലാന്നാണോ അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് കണ്ട അങ്ങനെ അത്രയും പഠിക്കാൻ സാധ്യത ഇല്ലാത്ത ആൾക്കാരായിട്ട് തോന്നുന്നത് കൊണ്ടാണോ? അല്ലല്ല, ധ്യാൻ ചേട്ടൻ എങ്ങനെയുണ്ട് ഡോക്ടറായിട്ട് എങ്ങനെ തോന്നി? സ്വയം തോന്നിയതല്ല, ആ ഡയറക്ടർക്ക് എങ്ങനെ തോന്നിയെന്നുള്ളതാണ് ആദ്യം. അത് ശരിയാ. കാരണം ആരെങ്കിലും ഡോക്ടർ വിളിക്കുന്ന സമയത്ത് നിന്നായിരിക്കും ആ രീതിയിലാണ് ഞങ്ങൾക്ക് തന്നെ ഒരു വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ ഡോക്ടറാണെന്നുള്ള സാധനം, അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സത്യമായിട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം ചോര കാണുമ്പോ പേടി അങ്ങനെയൊക്കെ ഉണ്ടോ? ചോര കാണുമ്പോഴൊന്നും ഇല്ല, ചോര കണ്ടിട്ടില്ലല്ലേ? അല്ല, ലാസ്റ്റ് പാക്കപ്പ് ആയ ദിവസം ഇവനെ പിടിച്ചടിച്ചപ്പോ കുറച്ച് ചോര നന്നായി അഭിനയിക്കുന്നു പ്രൊഡ്യൂസറും കൂടെ പിടിച്ചടിച്ചു, അപ്പൊ ചോര കണ്ടു. അല്ല, ഇത് ആക്ച്വലി ഈ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഒറിജിനൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. ഒറിജിനൽ നേഴ്സുമാരൊക്കെ ഉണ്ട് നമ്മളോട് വന്നിട്ട്. ഉണ്ട് അവിടെ ഹോസ്പിറ്റലിൽ. അപ്പൊ നമ്മളോട് വന്നിട്ട് എന്താ ക്യാരക്ടർ എന്ന് പറയുമ്പോ നമ്മള് ഡോക്ടറാന്ന് പറയുമ്പോ ഒരു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ക്യാരക്ടറിന്റെ പേര് മാത്രമേ പിന്നെ പറയാറുള്ളൂ. ഞാൻ തോമ കിരൺ ഡോക്ടർ കൂടി ഉണ്ടായിരുന്നു. ആദ്യം 2-3 ദിവസം ഡോക്ടർ തോമ, ഡോക്ടർ കിരൺ എന്നൊക്കെ പറഞ്ഞു നോക്കി. വർക്കൗട്ട് ആവണില്ല എന്ന് മനസ്സിലായപ്പോ നമ്മള് പേര് മാത്രമാക്കി കഥാപാത്രം. എനിക്ക് ഡോക്ടർ ആവണമെന്ന് ചെറുപ്പത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ട് ചേട്ടൻ പിന്നെ എഞ്ചിനീയറിംഗിന് പോയത്?
+2 കോളേജ് ജയിക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്കൂള് ജയിച്ചാലല്ലേ കോളേജിലേക്ക് കയറ്റുള്ളൂ. അതുപോലെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. എനിക്ക് പറ്റുമായിരുന്നു, ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു. പക്ഷെ അതിന്റെ അതിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ കണക്കിലും ഇംഗ്ലീഷിലും തോറ്റുപോയി. സയൻസിൽ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് പോവാൻ പറ്റിയില്ല അല്ലേ? ഈ ഡോക്ടർമാരാവാൻ എന്തൊക്കെ പ്രിപ്പറേഷൻ ആയിരുന്നു എടുത്തത്? സ്ക്രിപ്റ്റ് പഠിച്ചു, സ്ക്രിപ്റ്റ് നോക്കി, അല്ലാതെ വേറെ ഒന്നും. ഇങ്ങനെ ഡോക്ടറാവാൻ ഞാൻ ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡൊക്കെ പിടിക്കുന്നത് എന്നുള്ളൊരു സാധനം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടക്കണ്ണൊക്കെ ഇട്ടിട്ട് നോക്കും ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് ഒരു ഡോക്ടറായിട്ട്. അപ്പൊ പുള്ളി വേറെ ഏതോ നാട്ടിലൊന്നും കണ്ടുവരാത്ത പ്രത്യേകത ഡോക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തപ്പോ വേണ്ട, ആ മീറ്റർ വേണ്ട, നമുക്ക് വേറെ മീറ്റർ പിടിക്കാതൊക്കെ തോന്നി. അതെന്തായിരുന്നു ആ എക്സ്പ്രഷൻ ഒക്കെ? അതായത് ഞങ്ങളൊരു എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഞങ്ങൾ ഇത് ചെയ്തു പോയത്. ഓക്കെ, ഞങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഇരുന്ന് പറയുമ്പോ പോലും ഞങ്ങൾക്ക് നല്ല ഒരു വിഷമമുണ്ട് നിങ്ങളോട്, ഞങ്ങൾ ഡോക്ടേഴ്സ് അതൊക്കെ പറയാം. പക്ഷെ അതിപ്പോ കണ്ടിട്ട് ഡോക്ടർ എന്നൊക്കെ പറയുമ്പോ ഒരു അഭിമാനമല്ലേ വേണ്ടത്? ഡോക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുമ്പോ ഡോക്ടർ ഒന്നും തോന്നൂല്ലേ, ഫോറൻസിക് അല്ലേ, പോസ്റ്റ്മോർട്ടവും പരിപാടിയൊക്കെ. അപ്പൊ മറ്റേ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടുള്ള പരിപാടി ഒന്നുമില്ലല്ലോ. വെറുതെ ഇങ്ങനെ കത്തി എടുക്കുക, ചുറ്റിച്ച് മുറിക്കുക പരിപാടി, അങ്ങനത്തെ സുഖമുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. നമുക്ക് അറിയാത്തോണ്ട് പിന്നെ അറിയാത്തതാണല്ലോ ചെയ്യുന്നത് കൂടുതലും. പിന്നെ അതങ്ങ് ചെയ്തു എന്നല്ലാതെ ക്യാരക്ടറിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും എന്ന് പറയാനായിട്ട്. ഓക്കെ, അപ്പൊ എന്ത് തോന്നുന്നു സിനിമ ഇറങ്ങുമ്പോ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കാൻ പോകുന്നത്? ധ്യാൻ ചേട്ടൻ ഇനി കൊറേ ഡോക്ടർ റോൾസ് ഒക്കെ വന്ന് എന്ത് ചെയ്യും? എനിക്ക് വരൂല ഇത് കണ്ടു കഴിഞ്ഞാൽ. ഞാൻ എത്രയും പെട്ടെന്ന് പടം ഇറങ്ങണതിന് മുമ്പ് എനിക്ക് ഒരു അടുത്ത ഒരു മൂവി വന്നിരിക്കുന്നത് ഡോക്ടർ തന്നെ. പിന്നെ അപ്പൊ അതിനു വേണ്ടി ഇതിലൊരു പ്രാക്ടീസ് അല്ല, അതിനു മുമ്പ് ഈ പടം റിലീസായി പോണം. ഞാൻ അവിടെ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഡേ ഷൂട്ടിൽ എത്തിപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. മൃഗഡോക്ടർ ഡോക്ടർ അല്ലേ? ഓ, അപ്പൊ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതൊന്നും ആയിരിക്കില്ല അവിടെ, കുഴപ്പമുണ്ടാവില്ല. ഇല്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഈ സസ്പെൻസ് ത്രില്ലർ പരിപാടിയാണ് വീഗം. അപ്പോ ഡോക്ടേഴ്സ് പരിപാടിനേക്കാളപ്പുറം നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ചെയ്ത് നമ്മുടെ ജോലിപരമായിട്ട് ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ കാരണമൊക്കെ ഉണ്ടാവും. ഈ പടത്തിൽ ആകെയുള്ള പ്രശ്നം അതാ, ഞങ്ങള് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കും? ഇല്ല, ഞാൻ വിശ്വസിക്കും, നിങ്ങളും വിശ്വസിക്കണം. തീർന്നില്ലേ? എവിടെ തീർന്നില്ലേ കഥ? ഞങ്ങള് ഡോക്ടേഴ്സ് ആണ് ഈ പടത്തിൽ. അല്ല, എന്നോട് ആദ്യം കഥ. അപ്പൊ അതാണ് സസ്പെൻസ്, അതാണ് ഈ പടത്തിലെ. വിനീതനോട് പറഞ്ഞു ഞാൻ ഡോക്ടറായിട്ടാണ് ഇതിൽ ചെയ്യുന്നതെന്ന്? ഇല്ലേ, പുള്ളി അതിനിടയിൽ വക്കീലായിട്ടൊരു പടം ചെയ്തല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല, വക്കീല്, ഡോക്ടർ, പൈലറ്റ് എന്ത് പടം ചെയ്യും ഞങ്ങൾ, എല്ലാം ചെയ്യും. ഞാനിപ്പോ കഴിഞ്ഞ പടത്തില് ബൈക്ക് മെക്കാനിക്കായിരുന്നു, പിന്നെ ബേക്കറി, എല്ലാ മേഖലയിലും പ്ലംബർ, ബുള്ളറ്റ്, ഇപ്പൊ മെക്കാനിക്, പിന്നെ ഒരു പടത്തില് പ്ലംബർ, അങ്ങനെ എല്ലാ പണിയും പഠിച്ച് നാടൻ പണി എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. വീട്ടിലിപ്പോ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഫുൾ ഇലക്ട്രീഷ്യൻ പണി, ഇലക്ട്രിക്കൽ ഫീൽഡ് ഔട്ട് ആവുമല്ലോ. ചിലപ്പോ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്സ് ചെയ്ത് കൊടുക്കപ്പെടും. ബോർഡും വെച്ച് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ജോലിയായിട്ട് ചെയ്ത് ഇറങ്ങിയ എക്സ്പീരിയൻസ് നേടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ഈ സിനിമകളിൽ നിന്നാണ് എക്സ്പീരിയൻസ് ഭാവിയിൽ മെക്കാനിക് ഷോപ്പോ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കോ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ മതിയാനെ ഒന്ന് ഓടി വരൂ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാം. നിന്റെ വീട്ടിലെന്തെങ്കിലും പ്ലംബിംഗ് എന്തെങ്കിലും പറഞ്ഞു അത് ശരിയാ, ഞാൻ വിളിക്കാം. അലുമിനിയം ഫാബ്രിക്കേഷൻ, കാരണം അത്രമാത്രം വ്യത്യസ്തമായുള്ള ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഡെയിൻ ചേട്ടൻ ആങ്കറിങ്ങിനൊക്കെ സിനിമയിലൊക്കെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചല്ലേ? നമ്മുടെ കോമഡി സർക്കസിൽ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടി. ഇനിയിപ്പോ സിനിമയിൽ നിന്ന് ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ വേണ്ടേ? അത് കിട്ടും. അന്ന് ഞാൻ ഈ അഭിനയം നടത്തും. ഇവന്റെ ശവത്തിന്റെ മുകളിലെ അവാർഡ് കൊടുക്കുള്ളൂ. അതെന്താ? ശവം താണ്ടി പോണം, തൊട്ടടുത്ത് നിങ്ങൾ പറയരുത്. ഞാൻ മരിച്ചു വീഴും അവിടെ. അവാർഡ് നിർത്തി അവിടെ പരിപാടി. പിന്നെ ഞാൻ ശരിക്കും പ്ലംബർ ആയിട്ടൊക്കെ പോകും. ഒരു 2 എക്സ്പ്രഷനേ ഉള്ളൂ നമുക്ക്, ഇതാകല്ലേ? അതാണ് ഇതൊരു മാസ്റ്റർപീസ് എക്സ്പ്രഷൻ ആണെന്നല്ലേ? എന്റേതാണ് മെയിൻ. ഒറ്റ എക്സ്പ്രഷൻ അവന് 2 പക്ഷെ എന്റെ എല്ലാ ഇതിനകത്തും മാച്ച് ആവും, അവന്റെ മാച്ച് ആവൂല. അത് ഒരു ഇഞ്ചി കളിച്ച എക്സ്പ്രഷൻ. എന്റെ എവിടെ വേണമെങ്കിലും ചെലവാകുന്ന എക്സ്പ്രഷൻ. പക്ഷെ ഉണ്ടല്ലോ രണ്ടുപേരുടെ മുഖത്ത് എന്തോ ഒപ്പിച്ചിട്ടൊക്കെ നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ. അതാ പറഞ്ഞു. ആ എക്സ്പ്രഷൻ എന്താ അറിയാമോ? ഇവൻ ആരോ ഡോക്ടർ എന്ന് വിളിച്ചത്, ഇവരെ ഡോക്ടർ തോമസ് വിളിച്ചപ്പോ എക്സ്പ്രഷൻ ആണ് ആ എക്സ്പ്രഷൻ.
അതോ ഇവനെ ഡോക്ടറിന്ന് വിളിച്ചത് കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണ് എന്റെ എക്സ്പ്രഷൻ. ഏത് തെണ്ടിയാണ് ഇവനെ ഡോക്ടറിന്ന് വിളിച്ചെന്നുള്ള എക്സ്പ്രഷനാണ് അത്. കൊള്ളാം. അപ്പൊ ഈ ഈ അജുവിന്റെ എക്സ്പ്രഷൻ അറിഞ്ഞൂടെ? അതല്ല ഇന്നത്തെ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് ഒറ്റ ദിവസം 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടോ, അതിന്റെ എക്സ്പ്രഷൻ കറക്റ്റ് പെർ ഡേ റേറ്റിന് വന്നു. ഇവർ രണ്ടുപേരും എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്? അജുചേട്ടനും ധ്യാൻ ചേട്ടനും ഒരുമിച്ചോ? അല്ല, അജുചേട്ടൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അത് 2-3 ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്ക് എന്താന്ന് പോലെ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഡോക്ടർ അറിയാം പുള്ളി എന്താന്ന് പുള്ളി അജുചേട്ടൻ ഞങ്ങൾ അറിയിച്ചില്ല. ആരോട് പറയണ്ടെന്ന് അറിയണ്ട, ഞാൻ പറഞ്ഞു അവനോട് പറയണ്ട. ഓക്കെ, അപ്പൊ ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ എന്തായാലും കിട്ടും. ധ്യാൻ ചേട്ടൻ ചുമ്മാ പറയുന്നേ. അത് ധ്യാൻ സാറിന് കിട്ടിയിട്ടുള്ളൂ. ധ്യാൻ സാറിനാണല്ലോ ഞാൻ അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ 2 സിനിമയായി ഇപ്പോ ധ്യാൻ സാറിന്റെ കൂടെ. അപ്പൊ ധ്യാൻ ചേട്ടൻ ഫസ്റ്റ് എനിക്ക്, സെക്കൻഡ് പ്രൈസ് ഇവന്, സ്പെഷ്യൽ മെൻഷൻ. ഫസ്റ്റ് പ്രൈസ് എനിക്ക്, ചിലപ്പോ ഇത് കഴിയുമ്പോ 2 ബെസ്റ്റ് ഡോക്ടേഴ്സിനുള്ള അവാർഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ലേ? അതിലും ഭേദം ബെസ്റ്റ് ആക്ടർ. ഓക്കെ, കുറെ ക്യാരക്ടേഴ്സ് ആയിട്ട് മറ്റേ സ്കിറ്റിലൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഫേവറേറ്റ് സ്കിറ്റ് ഏതായിരുന്നു കോമഡി സർക്കസില്? എനിക്ക് ഫസ്റ്റ് സ്കിറ്റ്, എന്റെ ഫേവറേറ്റ് സ്കിറ്റ് ഏതാണെന്നറിയോ? പിന്നെന്തിനാ എടി ബസ് കിട്ടിയിട്ടില്ല, ഞാൻ ബസ് കേറാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ പറയില്ലേ പിന്നെ എന്തിനാ മുത്തേ, ആ ഡയലോഗ് ഒന്ന് പറയോ? പറ. ഓ ആഗ്രഹത്തിനല്ലേ ഇത് ഞാൻ ഇത് അതായത് എന്റെ ഫസ്റ്റ് ഷോയിലെ ഡയലോഗാ. ആ എന്നോട് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് വിറ്റ് കഞ്ഞി കുടിച്ച് കഴിഞ്ഞില്ലേ? അത് വെച്ച് എത്ര പേര് അത്രമാത്രം പതിഞ്ഞിട്ടുണ്ടടാ. പിന്നെ എന്തിനാ മുത്തേന്ന് കേൾക്കാൻ വേണ്ടിട്ട് പറയോ? അത് കൊള്ളാം. ഉടമണത്തിൽ വന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഓരോന്ന് പറയുന്നൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. നീ ഇത് സ്ഥിരം കാണാറുണ്ടല്ലോ. നിന്റെ ഒരു ചേട്ടൻ കാണാറുണ്ടോ? ഉടമ്പണൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ടോന്നോ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഏത് പെണ്ണുങ്ങൾ വന്നാലും അതിനൊക്കെ ഡേഞ്ചേട്ടൻ വളയ്ക്കും. അത് ഞാൻ അങ്ങനെ ഒരു എപ്പിസോഡ് ഞാൻ അങ്ങനെ ഒരു എപ്പിസോഡല്ല, അങ്ങനെ കുറെ എപ്പിസോഡ് ഉണ്ട്. മീനാക്ഷി സൈഡിലിരുന്ന് ഓരോ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അതിൽ ഇവനൊരു പെണ്ണിനെ വളച്ച കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുന്നു, ഞാൻ കണ്ടില്ലല്ലോ. അതിന് എനിക്ക് ഓർമ്മയുണ്ട് ആ കുട്ടീനെ. ഇവര് ഡോക്ടേഴ്സ് മാത്രമല്ല അവൻ ആലോചിച്ചോ? ഞാനോ? ഞാൻ കള്ളം പറയലെന്ന് അറിയാലോ. അറിയാലോ, കേരളം അറിയാലോ. ഡേഞ്ചറിനെ കെട്ടിച്ചു വിടാറായോ ചേട്ടാ? ഏത് ഈ നിലയ്ക്ക് പോണ നാട്ടുകാരെ പിടിച്ച് കെട്ടിക്കും. പറ, അത് പറ. അവളുടെ ആഗ്രഹം ആ ഡയലോഗ് ജസ്റ്റ് എന്തിനാ മുത്തേ അവസാനം അയ്യേ, ഒരു ആക്ടറായ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലേ ധ്യാൻ ചേട്ടാ? ഫോൺ വലിച്ചെറിയാ. അതൊന്നും ചെയ്യാൻ പറയുന്നത്. ഇല്ല, അത് ഞാൻ പറഞ്ഞതല്ല. അത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെയ്യും. നമ്മൾക്ക് അത്ര ഇതുള്ള ഇതൊന്നും ഇല്ല. ഇല്ല ചേട്ടാ, ഒന്നും എറിയണ്ട അതോട്. അതെന്താ ഫോണാ തിരിച്ചറിയാൻ പറയരുത്. ഇല്ല പറയില്ല. ഈ ഡയലോഗ് പറയോ? മറ്റേ ഡയലോഗ് പറയുന്ന. ഓക്കെ, ഞാൻ പറയട്ടെ. ഓക്കെ, പറയണോ? പറയാല്ലേ? ഇത്രയും വരെ എത്തിച്ചിട്ട് പറയില്ലാന്നോ? ഓക്കെ. എടി ബസ് കിട്ടിയിട്ടില്ല, ഞാൻ ബസ് കേറാൻ പോകുന്നേ ഉള്ളൂ. കുറച്ചുകൂടി ഫീൽ വേണം. ഇങ്ങനെ ആ പെണ്ണ് പറഞ്ഞേ. ഇങ്ങനെ തന്നെയല്ലേ ഡയലോഗ്? പിന്നെന്തായിരുന്നു? അത് നീ പെട്ടെന്ന് മര്യാദ പറഞ്ഞോടുക്കും. പിന്നെ എങ്ങനെയാ പറയണ്ടേ? ഇങ്ങനെ തന്നെയാ പെണ്ണതിനകത്ത് പറയുന്നേ. ഓക്കെ, എടി ബസ് വന്നിട്ടില്ല, ബസ് കിട്ടിയിട്ടില്ല. പറ. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ കൂട്ടാന്റെ ബൈക്ക് മേടിച്ചു വന്ന്? സത്യം പറയാ, ഈ ഡയലോഗ് എന്നെ തിരിച്ച് ചീത്ത വിളിച്ചു തുടങ്ങി. അങ്ങനെ പറയരുത്. എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ആൾക്കാർ പറയുന്ന ഡയലോഗാണത്. അതെ, ഒരുപാട് പേര് അവളെ നീ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഈ വീഡിയോന്റെ അടിയിൽ തന്നെ കമന്റ് ഇത് കണ്ടാ ചിരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോന്നൊക്കെയാ ചോദിക്കുന്നത്. കോമഡി ആയിരുന്നില്ലേ, അപ്പൊ ചിരിക്കണ്ടേ? ധ്യാൻ ചേട്ടന്റെ ആണെങ്കിൽ ധ്യാൻ ശ്രീനിവാസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാരും വീഡിയോ എടുത്ത് നോക്കും. ഞാനാണെങ്കിൽ എത്ര ഇന്റർവ്യൂലാന്നറിയാം ധ്യാൻ ചേട്ടനെ പറ്റി ചോദിക്കുന്നത്. ഞങ്ങളെ ക്യാപ്ഷൻ ധ്യാൻ ശ്രീനിവാസ് എന്ന് കൊടുക്കുമ്പോ എല്ലാരും എടുത്ത് നോക്കും. വലിയ ഉപകാരം. നന്ദിയുണ്ട്.
അതുകൊണ്ട് എനിക്ക് വലിയ ഇതാണല്ലോ കാര്യമാണല്ലോ. എന്താണ് അല്ല എനിക്ക് വലിയ ഗുണമുണ്ടല്ലോ അതുകൊണ്ട്. ധ്യാൻ ചേട്ടൻ എല്ലാവർക്കും എന്ത് ഇഷ്ടാന്നറിയോ? ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ള പേര് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ്, എടുത്ത് നോക്കാൻ തോന്നുന്നൊക്കെ എല്ലാരും പറയുന്നത്. ഞാനും നിന്റെ കുറെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഞങ്ങള് രണ്ടുപേരും കണ്ടിട്ടുണ്ട്. താങ്ക് യു. നന്നായിട്ടല്ല പറഞ്ഞേ. താങ്ക് യു. എന്തൊക്കെയാണ് ഒന്നും പറയുന്നില്ല. എന്താ മോശം തോന്നിയേ? മോശം നല്ലതെന്താ തോന്നിയേ? ഇന്നത് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ പറഞ്ഞാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ആങ്കറിംഗില്. ക്യാമറ കട്ടിയിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. ഡെയിൻ ചേട്ടാ, മറ്റേ നായകൻ ഫ്ലോറിൽ ചേട്ടൻ പറഞ്ഞു ആങ്കറിംഗില് എനിക്ക് എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട്, ഇത് എനിക്ക് കിട്ടിയ ഒരു ഫ്ലോർ എന്നുള്ള രീതിയിലുള്ളൂ, ചേട്ടൻ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഷോസ് ചേട്ടൻ ചെയ്തു, ഫ്ലവേഴ്സിലും മഴവിലും ഒക്കെ ആയിട്ട്. ഇപ്പൊ എന്ത് തോന്നുന്നു? ആ ഒരു അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആണോ? ലാംഗ്വേജ് ഒക്കെ കൂടിയിട്ടുണ്ട്. ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പരിപാടി അവതരിപ്പിക്കുക അന്നുണ്ടായിരുന്ന കോൺഫിഡൻസിനേക്കാളും ഇപ്പൊ എനിക്കൊരു ഒരു ഒരു കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഈ ഉടമണത്തിലെ ഓരോ സിനിമയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് വരുമ്പോ എങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്യുന്ന രണ്ടുപേരും? അതൊക്കെ ഇവന്റെ തോന്നിയ മാസമല്ലേ, ഇവൻ എന്താ ചെയ്യുന്നത്, ഇവന് ഇഷ്ടമുള്ള ചെയ്യും. അതിനെയൊക്കെയാണ് അല്ല ഭയങ്കര ആ ഗെറ്റപ്പിനൊക്കെ കറക്റ്റ് ആയിട്ടാ മീനാക്ഷി ചേച്ചിയും ഡേഞ്ചറിനും കൂടെ വരുന്നത്. ഞാൻ പറയട്ടോ, അതായത് നമ്മൾ ആ ഒരു ക്യാരക്ടർ കിട്ടുമ്പോ നമ്മളൊരു ഒരു 2 മാസത്തെ ഡോക്ടറല്ലേ തന്നെ അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ മേക്കപ്പ് ചെയ്യുന്ന നേരത്താണ് ഇന്ന എപ്പിസോഡില് ഇന്ന സിനിമയുടെ സ്പൂഫാന്ന് പറയാ. അപ്പൊ ആ സിനിമ ഇരുന്ന് കാണും മേക്കപ്പ് ചെയ്യുന്ന നേരത്ത്. അപ്പൊ ചില മാനറിസങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ വെറുതെ ശ്രദ്ധിക്കും. എന്നിട്ട് അത് ചുമ്മാ ഇങ്ങനെ അവസരങ്ങൾ വരുമ്പോ അവിടെ പെൺപിള്ളേരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉപയോഗിക്കും. അല്ലല്ല, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അടികപ്പേരി കൂട്ടമണി 2 എപ്പോ വരും? ആണോ? വേഗം വരും. അതിലെങ്ങനെയാ ഇനിയും കേറ്റുന്നുണ്ടോ? അല്ല ഇറക്കിയോ ചേട്ടൻ? ആ പിന്നെ അടികപ്പേരി കൂട്ടമണി കാണാത്ത ആരോ ഉള്ളേ? കേട്ടുന്നില്ല. ഇല്ലേ? മതിയായോ? മതിയായി. ഓക്കെ. ചേട്ടൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന 3 പേരാരൊക്കെയാ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്? എന്നെ വിശ്വസിക്കുന്ന 3 പേര് ആരെങ്കിലും ഉണ്ടോന്ന് ആദ്യം അങ്ങനെ ചിലപ്പോ ആരും ഉണ്ടാവില്ല, കാരണം ചേട്ടൻ എല്ലാ സത്യവും വിളിച്ചു പറയും. എനിക്ക് തിരിച്ചാവില്ല വിശ്വാസമൊന്നുമില്ല, ഒരു വിശ്വാസം ഇല്ല അല്ലേ? ഓക്കെ, എന്നാ നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. പെട്ടെന്ന് 2 പേർക്കും ഉണ്ടോ? പോട്ടെ, ചെയ്യാം നമുക്ക്. യെസ് ഓർ നോ സെഗ്മെന്റ് ആണ്. ഏതെങ്കിലും സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഫോൺ കോൾ വന്ന പോലെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? കാരണം ഫോണേ എടുക്കാറില്ല ധ്യാൻ ചേട്ടൻ. ഞാൻ വിനീതേട്ടനോട് ചോദിച്ചു, വിനീതേട്ടൻ പറഞ്ഞു ഫോൺ എടുക്കില്ലെന്ന്. ബേസിലേട്ടനോട് ചോദിച്ചു, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയാന്ന് പോലും അറിയില്ല, പിന്നെ ഫോണേ എടുക്കില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട് ചേട്ടാ. രക്ഷപ്പെടണം തോന്നി കഴിഞ്ഞാൽ പുള്ളി രക്ഷപ്പെട്ടു പൊക്കോളും. അതെപ്പോഴായിരുന്നു സിറ്റുവേഷൻ? അല്ല പുള്ളി ഞാൻ ഫോൺ എടുക്കണ പോലെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആണല്ലേ? ഹലോ ഓക്കെ. അഭിനയിച്ചോണ്ടിരിക്കുമ്പോ ഏതെങ്കിലും പടം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അയ്യോ ധ്യാൻ അതിന് മുന്നേ തുടങ്ങുന്നതിന് മുന്നേ തോന്നിയിട്ടുണ്ട്. ഇല്ല, തുടങ്ങുന്നതിന് മുന്നേ തോന്നുമെങ്കിൽ പിന്നെ എന്തിനാ പടം റിലീസ് കഴിഞ്ഞിട്ട് തോന്നാറുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ യെസ് കാണിക്കണം. അത് പടത്തിൽ ഷൂട്ട് ചെയ്യുമ്പോഴല്ലോ. ശരിയാ. അയ്യോ ഓക്കെ. വേണ്ടാന്ന് തോന്നിയിട്ടും റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം തട്ടിക്കളയും. ഓക്കെ. സെലിബ്രിറ്റി ആകണ്ടായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതെപ്പോഴാ? അങ്ങനെ പറയല്ലേ. എനിക്ക് അങ്ങനെ വലിയൊരു ഇതാവണമെന്നൊന്നും വലിയ
നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല, ആൾക്കാർ ഇതാക്കുന്നു. പണ്ടൊക്കെ ഞാൻ എറണാകുളത്തുള്ള എല്ലാ ബാറിലൊക്കെ ഇരുന്ന് കയറി അടിച്ചുകൊണ്ടിരുന്ന ആളാ. ആ പ്രൈവസി ഒക്കെ പോയി. അതെന്താ ഇപ്പോഴും മേടിച്ചോന്തോ സീനാണല്ലേ. ഓക്കെ, ടൂത്ത് ബ്രഷ് മാറ്റി ഉപയോഗിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അത്രയും വൃത്തിയില്ലാത്ത അല്ല അല്ല, എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഓക്കെ, വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടോ? കൊറേ കാലം പുറത്തായിരുന്നു. വഴക്കിട്ട് ഒറ്റ പോക്കായിരുന്നു. ഒരു 10 വർഷം കഴിഞ്ഞ തിരിച്ചു. എനിക്ക് 10 വർഷമൊന്നും വേണ്ടി വന്നിട്ടില്ല, കുറച്ച്. ഓ, എനിക്ക് 10 വർഷം ഒന്നും വേണ്ട. ശരിക്കും 10 വർഷം പോയോ? 10 വർഷം ഒരു 5-6 വർഷം പുറത്തായിരുന്നു. എങ്ങോട്ട് പോയി? അങ്ങനെയൊന്നുമില്ല, ഒരു കിടക്കാനൊരു സ്ഥലം വീട്ടിൽ നിന്ന് ഔട്ട് സൈഡ് ആയിരുന്നു. ഇറക്കി വിട്ടതാണോ ഇറങ്ങിപ്പോയി? ആണോ? ഓക്കെ. ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ ചേട്ടനെ. അല്ല, വീട്ടിൽ നിന്നാണ് ആദ്യം ഇറക്കി വിട്ടത്. പിന്നെ പിന്നെ വേറെ വഴിയില്ലല്ലോ. ഓക്കെ, ഇത് ധ്യാൻ ചേട്ടനോടാണ്. വിനീതനോട് അസൂയ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? ഒരു കാര്യമില്ല, എനിക്ക് എല്ലാവരും എന്ത് ചെയ്തിട്ട് അസൂയ. ആ, ശരിയാ. ഓക്കെ ഓക്കെ, അപ്പോ അച്ഛനൊക്കെ സുഖമല്ലേ ചേട്ടാ? അത് ഇതില് വേണ്ടേ? അത് ഇതില് ചോദ്യം അല്ലായിരുന്നു. ഇനി ഇതിലായിക്കോട്ടെ. സുഖം. ഓക്കെ, താങ്ക് യു. അപ്പോ വീഗം സിനിമ ഡിസംബർ 9 തിയേറ്റേഴ്സിലേക്ക് എത്തുകയാണ്. ഡെയിൻ ചേട്ടനും ധ്യാൻ ചേട്ടനും ഡോക്ടേഴ്സ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ എല്ലാവരും ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. കൈയടിച്ച് പാസ്സായിക്കോ.